നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാച്ച് ബോക്സ് എന്നുള്ള ലെസണിൻ്റെ കുറച്ച് നോട്ട്സാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളത് കണ്ടു, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലെസണാണ്. ദീദി എന്നാണ് ലെസണിൻ്റെ പേര്. ദീദി എഴുതിയിരിക്കുന്നത് ഷഹീൻ മിസ്ട്രിയാണ്. ഷഹീൻ മിസ്ട്രി ഒരു ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റും അതുപോലെ ഒരു എഡ്യൂക്കേറ്ററുമാണ്. ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ഷഹീൻ മിസ്ട്രിയാണ്. പിന്നെ ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവാണ്. മുംബൈയിലും പൂനെയിലും ഉള്ളൊരു എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവാണ്. അതായത് വിദ്യാഭ്യാസം നൽകണം, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം എന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ ആകാംക്ഷ ഫൗണ്ടേഷൻ. അതിൻ്റെ CEO ആണ് 2008 മുതൽ അതിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഷഹീൻ മിസ്ട്രി. ദെൻ ഷഹീൻ മിസ്ട്രി വാസ് ബോൺ ഇൻ മുംബൈ, ഇന്ത്യ. അപ്പോൾ ഷഹീൻ മിസ്ട്രി ജനിച്ചത് മുംബൈയിലാണ്. അതുപോലെ പുള്ളിക്കാരി വളർന്നത് ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ചെയ്ത്, പുള്ളിക്കാരിയുടെ പാരൻസിന് ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വളർന്നത് പല രാജ്യങ്ങളിലായിട്ടാണ്. ലെബനൻ, ഗ്രീസ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, US അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പഠിച്ച് വളർന്നൊരു വ്യക്തിയാണ് ഷഹീൻ മിസ്ട്രി. കാരണം പുള്ളിക്കാരുടെ ഫാദറിന് സിറ്റി ഗ്രൂപ്പിലെ സീനിയർ ബാങ്കറായിരുന്നു. അതുകൊണ്ട് സിറ്റി ഗ്രൂപ്പ് എന്നുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ പഠിച്ചു വളർന്ന വ്യക്തിയാണ് ഷഹീൻ മിസ്ട്രി. അതുപോലെ അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. BA ഡിഗ്രി സോഷ്യോളജിയിലായിരുന്നു. അത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിൽ നിന്നൊക്കെയാണ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ അവർ എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സ് എടുത്തു. പിന്നെ ആകാംക്ഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അവർ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഷഹീൻ മിസ്ട്രിയുടെ ഒരു ബയോഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഷഹീൻ മിസ്ട്രി. ഇനി നമുക്ക് ദീദി എന്നുള്ള എക്സ്ട്രാക്റ്റിലേക്ക് കടക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. There are people who are daring enough to go to any extent to pursue their dreams. For them, success is not just about money or popularity. It is something beyond these. There are people, അപ്പം ചില വ്യക്തികൾ who are daring enough to go to any extent, അതായത് അവർ ഏതറ്റം വരെ പോകാനും ധൈര്യപ്പെടും. to pursue their dreams, അവരുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ സ്വന്തം സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ടുള്ള ധൈര്യമുള്ള ചില ആൾക്കാരുണ്ട്. For them, success is not just about money. അവർക്ക് സക്സസ്, വിജയം എന്ന് പറയുന്നത് പണമുണ്ടാക്കുക അല്ലെങ്കിൽ പോപ്പുലാരിറ്റി, പ്രസിദ്ധരാകുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദീസ്. ഇതിനുമൊക്കെ അപ്പുറമാണ് അവർക്ക് സക്സസ് എന്ന് പറയുന്നത്. മെനി യങ് പീപ്പിൾ ആർ ഇൻ ടു സോഷ്യൽ എൻ്റർപ്രൈസസ് വിച്ച് ഡിമാൻഡ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. അപ്പം ഒരുപാട് യുവാക്കൾ ആർ ഇൻ ടു സോഷ്യൽ എൻ്റർപ്രൈസസ്, അതായത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് കമ്മിറ്റ്മെൻറ്റും ഒരുപാട് ഹാർഡ് വർക്കും അധ്വാനവും വേണ്ടുന്ന മേഖലകളിൽ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനവും അതുപോലെ ഒരുപാട് ഹാർഡ് വർക്കും വേണ്ടുന്ന മേഖലകളിൽ യുവജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ദേ റീച്ച് ഔട്ട് ടു ദ കമ്മ്യൂണിറ്റി ഇൻ ദെയർ ഓൺ വേ ആൻഡ് ട്രൈ ടു മേക്ക് എ ഡിഫറൻസ്. അവർ കമ്മ്യൂണിറ്റിയെ സേവിച്ചുകൊണ്ട് അവരുടേതായ രീതിയിലൊരു വ്യത്യസ്തത വരുത്താൻ ശ്രമിക്കുന്നവരുമാണ്. ഫോർ ദം സക്സസ് മീൻസ് ഹാപ്പിനെസ്. അങ്ങനെയുള്ളവർക്ക് സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഹാപ്പിനെസ്, സന്തോഷമാണ്. ഫോർ ദംസെൽസ് ആൻഡ് ഫോർ അതേഴ്സ്. സ്വന്തമായിട്ട് സന്തോഷം എന്നുള്ളതാണ് അവർക്ക് സക്സസ്. അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് സക്സസ്. അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം കൊണ്ടുവരാനാവുമെങ്കിൽ അതിനെയാണ് അവർ വിജയമെന്ന് കണക്കാക്കുന്നത്. ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഇസ് എ ട്രൂ സ്റ്റോറി ഓഫ് എ ഗേൾ ആസ് നറേറ്റഡ് ബൈ ഹർ. അപ്പം ഇനി പറയുന്ന ഈ ഒരു എക്സ്ട്രാക്റ്റ് ഒരു ട്രൂ സ്റ്റോറിയാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച സ്റ്റോറിയാണ് പറയുന്നത്. അപ്പം ഈ സ്റ്റോറി എഴുതിയത് ഷഹീൻ മിസ്ട്രിയാണ്. ഷഹീൻ മിസ്ട്രിയുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഷഹീൻ മിസ്ട്രി പറയുന്നത്. അപ്പോൾ യുവജനങ്ങൾക്ക് പണത്തിനും അല്ലെങ്കിൽ ഫെയിമിനും അപ്പുറം സമൂഹത്തെ സേവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുക, അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാക്റ്റിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റിലേക്ക് കടക്കാം. ഈ ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഷഹീൻ മിസ്ട്രി കുഞ്ഞു പ്രായത്തിൽ എഴുതിയ ഒരു പോയം വെച്ചിട്ടാണ്. ഐ റീച്ച്ഡ് ടു ടച്ച് എ റെയിൻബോ,
I reached up high, so high, and yet as high as I reached up, I could not touch the sky. I will reach to touch a rainbow again. I will reach up higher than high. And if I reach up high enough, I just may skim the sky. സോ ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, ഒരു മഴവില്ലിനെ തൊടാനായിട്ട് ഞാൻ ഉയരത്തിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. എത്ര ഉയരത്തിലേക്ക് പോകുമ്പോഴും എനിക്ക് ആകാശത്തെ തൊടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഷെഹിൻ മിസ്ട്രി പറയാണ്, ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ റീച്ച് ടു ടച്ച് എ റെയിൻബോ അഗെയിൻ. ഞാൻ വീണ്ടും ഒരു മഴവില്ലിനെ തൊടാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഉയരത്തിലേക്ക് എത്താനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആകാശത്തെ തൊടാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. I remember sitting on the wide veranda of our Indonesian home, writing little poems and notes in a carefully guarded diary. I could sit and watch little ants carry large loads determined to get to their destination. What was my destiny? I was already 12 years old, but what had I achieved? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഷെഹീൻ മിസ്ട്രി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലാണ് പഠനം നടത്തിയതും അവർ വളർന്നതുമൊക്കെ പല പല രാജ്യങ്ങളിലാണ്. അങ്ങനെ 12 വയസ്സുള്ളപ്പോൾ അവർ ഇന്തോനേഷ്യയിലായിരുന്നു പഠിച്ചത്. അപ്പം ഇന്തോനേഷ്യയിൽ വീട്ടിലെ വരാന്തയിലിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പോയങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഒരു പോയമൊക്കെ എഴുതാൻ ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഒരു പോയം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരി കാണുന്നത് കുറച്ച് ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണുന്നു. അവർ കുറച്ച് അവരെ കൊണ്ട് എടുക്കാവുന്നതിലും വലിയ ലോഡ്സുമായിട്ട് അവരിങ്ങനെ പോവാണ്. അതിൻ്റെ ഡെസ്റ്റിനേഷൻ, അതായത് അതിൻ്റെ അതിൻ്റെ സ്ഥലത്തേക്ക് അതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ ഉറുമ്പുകൾ ഭാരവും വഹിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ഷെഹീൻ മിസ്ട്രിക്ക് തോന്നിയത്, വാട്ട് വാസ് മൈ ഡെസ്റ്റിനി, എന്താണ് എൻ്റെ ലക്ഷ്യം എന്നാണ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ വിധി, അല്ലെങ്കിൽ എന്താണ് ഭാവിയിൽ ഞാൻ എന്താവും എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. ഐ വാസ് ഓൾറെഡി 12 years old. ഇപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്? 12 വയസ്സുണ്ട്. ഈ 12 വയസ്സിനുള്ളിൽ ഞാൻ എന്താണ് നേടിയത്? വാട്ട് ഐ അച്ചീവ്ഡ്. It was 1983. We lived in Jakarta in a lovely white colonial home on a street that was quiet. It was a pleasant, almost perfect life until the day I was taken to visit an orphanage in the city. സോ ഈ കഥ നടക്കുന്നത് എപ്പോഴാണ്? 1983. ആ സമയത്ത് ഷെഹീൻ മിസ്ട്രി ജക്കാർത്തയിൽ ജീവിക്കുകയായിരുന്നു. പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. നല്ല ഒരു വീട്ടിൽ വളരെ പീസ്ഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ട് വരുമായിരുന്നു. വളരെ പ്ലസൻ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫായിരുന്നു. എപ്പം വരെ? അവരെ ഒരു ദിവസം അവർ ഓർഫനേജ് വിസിറ്റ് ചെയ്യുവാനായിട്ട് പോകുന്ന ആ ഒരു ദിവസം വരെ അവളുടെ ലൈഫ് വളരെ പീസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഓർഫനേജ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഐ ഡു നോട്ട് റിമെമ്പർ ഹൗ ദ ഓർഫനേജ് ലുക്ക്ഡ്, ബട്ട് ഐ വിവിഡ്ലി റിമെമ്പർ ദ ചിൽഡ്രൻ. പക്ഷേ ഇപ്പോൾ ഓർഫനേജ് എങ്ങനെ ഇരിക്കുകയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ അവിടുത്തെ കുട്ടികളെ ഇപ്പോഴും ഓർക്കുന്നു. ഐ സോ ക്രൈയിങ് ചിൽഡ്രൻ, ലോഫിംഗ് ചിൽഡ്രൻ, ക്വയറ്റ് ചിൽഡ്രൻ, സ്ക്രീമിംഗ് ചിൽഡ്രൻ, ആൻഡ് ഐ റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു. അപ്പോൾ ഷെഹീൻ മിസ്ട്രി ഓർഫനേജിൽ ചെന്നപ്പോൾ കുറേ കുട്ടികളെ കണ്ടു. ചിലർ കരയുന്നുണ്ടായിരുന്നു, ചിലർ ചിരിക്കുന്നുണ്ടായിരുന്നു, ചിലർ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഐ റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത്രയും കുട്ടികളെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. I returned to the orphanage every weekend. Perhaps it was merely curiosity or a sense of thankfulness for all that I had, or maybe every child's real desire to learn more about the world. അപ്പോൾ അതിനുശേഷം എല്ലാ വീക്കെൻഡ്സിലും ആ ഓർഫനേജ് വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ആവാം, അതല്ലെങ്കിൽ ഈ ലോകത്തെപ്പറ്റി പഠിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാവാം താൻ പിന്നെയും ഓർഫനേജ് വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നാണ് ഷെഹീൻ മിസ്ട്രി പറയുന്നത്. മൈ ഫാദർ വാസ് എ ബാങ്കർ ഹു ഹാഡ് ടു മൂവ് സിറ്റീസ്. അപ്പോൾ ഷെഹീൻ മിസ്ട്രിയുടെ ഫാദർ ഒരു ബാങ്കറായിരുന്നു. ഒരുപാട് സിറ്റീസിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഗ്രോയിങ് അപ്പ് വാസ് എ വിൽവിൻഡ് ഓഫ് 10 schools across 5 countries that spanned the French, British, American and international school system. അപ്പോൾ 10 സ്കൂളുകളിലായിട്ടാണ് 5 രാജ്യങ്ങളിലെ 10 സ്കൂളുകളിലായിട്ടാണ് ഷെഹീൻ മിസ്ട്രി പഠിച്ചത്. അതിൽ അമേരിക്കൻ സ്കൂളുണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്, അതുപോലെ ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസിലൊക്കെയാണ് ഷെഹീൻ മിസ്ട്രി പഠിച്ചത്.
I began to understand that life was not perfect during my summer vacations. My summer vacations were spent between the orphanage in Jakarta and trips back to Mumbai, where I volunteered at the Happy Home and School for the Blind. I remember thinking of the beauty you can create when you look beyond what you can see. അപ്പോൾ സമ്മർ വെക്കേഷൻസ് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു എന്നാണ് റൈറ്റർ പറയുന്നത്. സമ്മർ വെക്കേഷൻസ് കൂടുതലും റൈറ്റർ സ്പെൻഡ് ചെയ്തിരുന്നത് ജക്കാർത്തയിലെ ഓർഫണേജിലും അതുപോലെ തന്നെ മുംബൈയിലേക്കുള്ള ആ ഒരു ട്രിപ്പും ഒക്കെ ആയിരുന്നു പുള്ളിക്കാരുടെ സമ്മർ വെക്കേഷൻസ് എന്ന് പറയുന്നത്. ജക്കാർത്തയിലുള്ള ഓർഫണേജസ് വിസിറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ പുള്ളിക്കാരി നാടായ മുംബൈയിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്യുമായിരുന്നു, ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വോളണ്ടിയർ ആയിരുന്നു. അതായത് അന്ധരായ കുട്ടികൾ, കണ്ണ് കാണാൻ വയ്യാത്ത കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു അത്. അപ്പം അവിടെ വോളണ്ടിയർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ റിമെമ്പർ തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് വെൻ യു സീ ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. അപ്പോൾ റൈറ്റർ പറയാണ്, സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതല്ല, അതിനും അപ്പുറമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത്, സൗന്ദര്യമുള്ള വസ്തുവിനെ കാണുമ്പോൾ അത് സുന്ദരമാണെന്ന് നമ്മൾ പറയുന്നില്ലേ, അതിനും അപ്പുറമാണ് സൗന്ദര്യം. The school burst with confident children running up and down the staircases or playing cricket on the terrace with a ball that jingled. ആ ബ്ലൈൻഡ് സ്കൂളിൽ റൈറ്റർ കണ്ട കാഴ്ച വളരെ സുന്ദരവും വളരെ വ്യത്യസ്തവുമായിരുന്നു. കാരണം കണ്ണു കാണാൻ വയ്യാത്ത കുട്ടികളാണല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും നിരാശരായി ഇരിക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ അല്ല കണ്ടത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന കുട്ടികളെയാണ് റൈറ്റർ കണ്ടത്. അതുപോലെ അവർ ക്രിക്കറ്റും കളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ? പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദ ടെറസ് വിത്ത് എ ബോൾ ദറ്റ് ജിങ്കിൾഡ്. തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബോളിൽ അടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ക്രിക്കറ്റ് കളിക്കുന്നത് കാണുന്നു. അപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ പന്ത് എറിഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ അവർക്ക് ഇങ്ങനെ അടിച്ച് കളിക്കാൻ പറ്റില്ല. അതിന് പകരം ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് പന്ത് ഇങ്ങനെ തൂക്കിയിട്ടേക്കുമ്പോൾ കുട്ടികൾ പന്തിലിങ്ങനെ, അവർക്ക് കൃത്യം അറിയാൻ പറ്റും. അപ്പോൾ അവർ പന്ത് അടിക്കും. അപ്പോൾ പന്ത് തിരിച്ചു വരുന്ന സൗണ്ട് കേട്ട് അവർ വീണ്ടും ആ പന്ത് അടിക്കും. അങ്ങനെ അവർ ക്രിക്കറ്റ് കളിക്കും. ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണാൻ വയ്യാത്ത കുട്ടികളാകുമ്പോൾ അവരുടെ ചെവിക്ക് നല്ല പവറായിരിക്കും അല്ലേ. അപ്പോൾ ആ കേൾവി വെച്ചിട്ടാണ് അവർ ശരിക്കും എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം അത്ര മനോഹരമായ കാഴ്ചയാണ് അവിടെ കണ്ടതെന്നാണ് റൈറ്റർ പറയുന്നത്. ഇറ്റ് വാസ് ത്രൂ ദീസ് സമ്മർ എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ ഐ ബിഗാൻ ടു സീ ഇനിക്വിറ്റി. ഈ സമ്മർ എക്സ്പീരിയൻസിൻ്റെ ഇടയിലാണ് വേർതിരിവ് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ റൈറ്റർ കാണാൻ തുടങ്ങി. ഇന്നിക്വിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ലാക്ക് ഓഫ് ജസ്റ്റിസ് എന്നാണ്. അതായത് കുറച്ച് പേർക്ക് നീതി കിട്ടുന്നു, കുറച്ച് പേർക്ക് നീതി കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയും ഇന്ത്യയിൽ ആര് കണ്ടു? റൈറ്റർ കണ്ടു. I had gone from a family lunch to the dining hall at the blind school. I had watched through the window of my air-conditioned car as children would beg in the streets. I had seen piles of wasted food at a friend's party when I left. അപ്പോൾ ഈ സമയത്ത് ബ്ലൈൻഡ് സ്കൂളിലെ ഒരു ലഞ്ച് പാർട്ടിക്ക് പങ്കെടുക്കാനായി പോയപ്പോഴാണ് തൻ്റെ എയർ കണ്ടീഷൻഡ് കാറിലിരുന്നു കൊണ്ട് ഇരിക്കുമ്പോൾ കുട്ടികൾ ബെഗ് ചെയ്യുന്ന കാഴ്ച റൈറ്റർ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടിയിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതും റൈറ്റർ കാണുന്നു. ആൻഡ് വെൻ ഐ ലെഫ്റ്റ് ഐ വുഡ് നോട്ടീസ് എ വുമൺ സിറ്റിംഗ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ് പോർഷനിങ് ഔട്ട് ഓൾ ടു മീഗർ എമൗണ്ട്സ് ഓഫ് ദാൽ ആൻഡ് റൈസ് ഫോർ ഹർ ഫാമിലി. അതിനോടൊപ്പം ആ പാർട്ടിയിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആക്കി ഇട്ടിരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റോഡ് അരികിലിരുന്ന് വേസ്റ്റിൽ നിന്ന് ഒരു സ്ത്രീ ദാൽ മീൻസ് പരിപ്പ് കറിയാണ് ദാൽ. അപ്പം ദാലും റൈസും വേർതിരിച്ചെടുക്കുന്നത് കാണുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഈ കാഴ്ച റൈറ്ററിനെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒരു സൈഡിൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു, മറ്റൊരു സൈഡിൽ വേസ്റ്റ് ഫുഡിൽ നിന്ന് തൻ്റെ ഫാമിലിയെ നോക്കാനായിട്ട് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫുഡ് എടുക്കുന്ന കാഴ്ചയും കൂടി കാണുന്നു. ഐ സ്റ്റാർട്ടഡ് ടു സീ ദ സ്ലംസ് ഓഫ് മുംബൈ ആസ് എ ഫാബ്രിക് ഓഫ് ദ സിറ്റി. സഡൻലി ദേ അപ്പിയർ ടു ബി എവറിവെയർ. I began to notice the disparity that existed in the different people's lives. അതുമാത്രമല്ല, മുംബൈയിലെ സ്ലംസിൽ, മുംബൈയിലെ തെരുവുകളിൽ മുംബൈയിലെ ചേരികളിലാണ് ശരിക്കും ഇങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാരെ റൈറ്റർ കണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഐ ബിഗാൻ ടു നോട്ടീസ് ദ ഡിസ്പാരിറ്റി ദറ്റ് എക്സിസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് പീപ്പിൾസ് ലീവ്സ്. അതുപോലെ പല ആൾക്കാരുടെ ജീവിതത്തിലും ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസങ്ങൾ, ആ ഒരു വേർതിരിവുകളും റൈറ്റർ കാണാനായിട്ട് തുടങ്ങി. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ് 1989. ആസ് ഓൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. അതൊരു
1989 സമയമായിരുന്നു. ആ സമയത്ത് സമ്മർ വെക്കേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്ന സമയത്താണ് റൈറ്റർ ഈ കാഴ്ച കാണുന്നത്. ഓൺ വൺ ബ്ലിസ്റ്ററിംഗ് മുംബൈ ഡേ മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. 3 children ran up to my window smiling and begging. And at that moment I had a flash of introspection. Nothing too unusual had happened, but as I looked at them I suddenly knew that my life would have more meaning if I stayed in India. So ഒരു സമ്മർ വെക്കേഷൻ സമയത്ത് കാറിലിരുന്ന് പോകുമ്പോഴാണ് റൈറ്റർ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ തൻ്റെ കാർ സ്റ്റോപ്പ് ചെയ്തപ്പോൾ റൈറ്റർ കണ്ടൊരു കാഴ്ച. 3 കുട്ടികൾ റൈറ്ററിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. അവർ ചിരിച്ചുകൊണ്ട് ഫിക്ഷ യാചിക്കുകയാണ്. ദേ ആർ ബെഗിങ് മീൻസ് ഫിക്ഷ യാചിക്കുക. അവർ ഫിക്ഷ യാചിക്കുന്നു. ആ കാഴ്ച റൈറ്ററിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. അപ്പോഴാണ് റൈറ്ററിൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നത്, ഞാൻ എവിടെ താമസിക്കേണ്ടതാണ്, ഇന്ത്യയിൽ താമസിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ റൈറ്ററിൻ്റെ ഉള്ളിൽ വന്നത്. ഇൻ ദ ഡേയ്സ് ദാറ്റ് ഫോളോഡ് ഐ കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ദോസ് കിഡ്സ് ആൻഡ് ദാറ്റ് മൊമെൻറ്റ്. കുറേ ദിവസത്തേക്ക് ആ കുഞ്ഞുങ്ങളും ആ മൊമെൻറ്റും ആയിരുന്നു റൈറ്ററിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ കുഞ്ഞുങ്ങളും അവർ ഫിക്ഷ യാചിക്കുന്ന ആ ഒരു സിറ്റുവേഷനുമായിരുന്നു റൈറ്ററിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇന്ത്യ വാസ് ആൻസറിങ് ദ സെർച്ച് ഫോർ പർപ്പസ് ദാറ്റ് ഐ ഹാഡ് ഫെൽറ്റ് എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ്. അപ്പോൾ കുട്ടിയായിരിക്കെ, നേരത്തെ പറഞ്ഞു, കുട്ടിയായിരിക്കെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യയിലെ ടെറസിലിരുന്നുകൊണ്ട് കവിതകൾ എഴുതുമ്പോൾ റൈറ്റർ ആലോചിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. 12 വയസ്സുള്ള ഞാൻ ഈ ജീവിതത്തിൽ എന്താണ് നേടിയത് എന്ന്. ശരിക്കും ഇന്ത്യയാണ് ആ ഒരു ചോദ്യത്തിന്, കുട്ടിയായിരിക്കെ താൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഇന്ത്യയാണെന്നാണ് റൈറ്റർ പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഈ കാഴ്ചകളാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് എന്നാണ് റൈറ്റർ പറയുന്നത്. I was being challenged to find my identity. I wanted to be the part of making things better for children. അങ്ങനെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി തിരുത്താനായിട്ട് തീരുമാനിച്ചു. ഞാൻ കുഞ്ഞുങ്ങൾക്ക്, ഇന്ത്യയിലെ കുട്ടികൾക്ക് നല്ല ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങി. I knew then that this could be my country and that whatever I did here could make more of a difference than in the manicured reality of my university life in the States. മറ്റൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി. I knew then that this could be my country. ഇന്ത്യയാണ് എൻ്റെ രാജ്യം. ഇവിടുത്തെ ആൾക്കാർക്കാണ് ശരിക്കും എന്ത് വേണ്ടത്, ഒരു വ്യത്യാസം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റൊരു രാജ്യത്തെ കുട്ടികൾക്കല്ല, എൻ്റെ രാജ്യത്തെ കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ എന്തുണ്ടാക്കി കൊടുക്കേണ്ടത്, അവരുടെ ലൈഫിനാണ് ഒരു ഡിഫറൻസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കിയെന്നാണ് റൈറ്റർ പറയുന്നത്. അപ്പോൾ റൈറ്റർ പറയാണ്, ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മോർ ഡിഫറൻസ് ദാൻ ഇൻ ദ മാനിക്വേർഡ് റിയാലിറ്റി ഓഫ് മൈ യൂണിവേഴ്സിറ്റി ലൈഫ് ഇൻ ദ സ്റ്റേറ്റ്സ്. അപ്പോൾ മാനിക്വേർഡ് മീൻസ് ആർട്ടിഫിഷ്യൽ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ റിയാലിറ്റി ഒരു നഗരത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലെ യൂണിവേഴ്സിറ്റി ലൈഫിൽ നിന്ന് കിട്ടുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന് കുറേയും കൂടി നല്ലൊരു ജീവിതം എനിക്ക് ഇവിടെ നിന്നാൽ കിട്ടും. അതായത് കുട്ടികളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് എനിക്കൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് റൈറ്റർ ചിന്തിക്കുകയാണ്. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. അങ്ങനെ വെക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ്. വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ബോസ്റ്റണിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുൻപ് വീട്ടുകാരെ വിളിച്ചിട്ട് ഷഹീൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ നിൽക്കാനാണ് താല്പര്യമെന്ന് പറയുന്നു. ആൻഡ് അവളുടെ ഡിസയർ എന്താണെന്നുള്ളതും അവരോട് പറയുന്നു. They listened carefully but advised me and cautioned that living in Mumbai would be vastly different from my current vacation. വീട്ടുകാർ ഒരു കാര്യം പറഞ്ഞു, നീ മുംബൈയിൽ ജീവിക്കുന്നത്, ഇപ്പം നീ വെക്കേഷന് വേണ്ടിയിട്ടാണ് വന്നത്, ഈ വെക്കേഷൻ പോലെയല്ല സ്ഥിരമായിട്ട് മുംബൈയിൽ ജീവിക്കുക എന്ന് പറയുന്നത് എന്നതിനെ പറ്റി ഒരു വാർണിംഗും കൂടി അവൾക്ക് കൊടുത്തു. ബട്ട് വെൻ ഐ പെർസിസ്റ്റഡ് ദേ എഗ്രി. പക്ഷേ ഷഹീൻ വളരെ നിർബന്ധിച്ച് പറഞ്ഞു. അങ്ങനെ അവർ അത് സമ്മതിച്ചു. ഓൺ 2 കണ്ടീഷൻസ്. അവർ 2 കണ്ടീഷൻസിൻ്റെ പുറത്താണ് സമ്മതിക്കുന്നത്. that I would get admission into a good undergraduate college in the city and later I would travel abroad for my graduate degree. അപ്പോൾ 2 കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, മുംബൈയിൽ തന്നെയുള്ള ഏതെങ്കിലും നല്ലൊരു കോളേജിൽ നീ അഡ്മിഷൻ എടുക്കണം. 2, ഗ്രാജുവേഷന് വേണ്ടിയിട്ട്, അതായത് അണ്ടർ ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് നീ മുംബൈയിൽ തന്നെയുള്ള ഏതെങ്കിലും കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞത്. അണ്ടർ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം, എബ്രോഡ്, വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് വേണം നീ ഡിഗ്രി എടുക്കാനെന്ന് കൂടി പറഞ്ഞു. സോ the only place I could think to start was at St. Xavier's where my parents had studied.
ആ സമയത്ത് ഷഹീൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കോളേജ് എന്ന് പറയുന്നത് സെയിൻറ്റ് സേവിയേഴ്സ് ആയിരുന്നു. അവിടെയാണ് ഷഹീൻ്റെ പാരൻസ് പഠിച്ചിരുന്നത്. ഐ walked into the crowded college office and asked for an appointment to see principal. Admission shut 3 months later. 3 months earlier, I was told, and the principal doesn't give appointments. അഡ്മിഷന് വേണ്ടിയിട്ട് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞ എന്താണ്, ഓൾറെഡി അഡ്മിഷൻസ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞു. അത് മാത്രമല്ല, ഇനി അഡ്മിഷൻസ് കൊടുക്കുന്നുമില്ല, പ്രിൻസിപ്പലിന് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കയറി കാണാനും പറ്റില്ല. അപ്പോൾ പ്രിൻസിപ്പൽ അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇവൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഐ സ്റ്റുഡ് ഇൻ ദ കോറിഡോർ ഔട്ട്സൈഡ് ദ ഓഫീസ് ടോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ. എ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിംഗ് ഔട്ട്സൈഡ് വിറ്റ്നസ് ദ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽസ് അസിസ്റ്റൻറ്റ് ആൻഡ് മീ. ഹി കെയിം ഓവർ ആൻഡ് വിസ്പേർഡ് വിത്ത് എ വിങ്ക്, there is a side door to the principal's office. You may want to try that. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നൊരു സ്റ്റുഡൻറ്റ് വന്ന് ഇവളോട് വിങ്ക് മീൻസ് ഇങ്ങനെ കണ്ണ് ചിമ്മിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണ് അടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, തൊട്ടപ്പുറത്ത് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് പോകാനുള്ളൊരു ചെറിയ ഡോറുണ്ട്, സൈഡ് ഡോറുണ്ട്, നീ അതുവഴി പോകാനായിട്ട് പറഞ്ഞു. ഐ വെൻറ്റ് സ്ട്രെയിറ്റ് ത്രൂ ദ സൈഡ് ഡോർ. ഫാദർ ഡിക്രൂസ് ലുക്ക്ഡ് അപ്പ് quizzically and opened his mouth, but before he could say anything, I blurted out what I had rehearsed. അപ്പോൾ ആ ഡോർ വഴി അകത്തേക്ക് ചെന്നു. ഫാദർ ഡിക്രൂസ് ആയിരുന്നു പ്രിൻസിപ്പൽ. ഫാദറിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ, ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം ആകെ അതിശയിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ അകത്തേക്ക് ഒരു പെൺകുട്ടി കയറി വന്നിരിക്കുന്നു. അപ്പോൾ ഇവള് ഫാദർ എന്ത് പറയുന്നു എന്നൊന്നും നോക്കിയില്ല. അപ്പോഴേ അവൾ റിഹേഴ്സ് ചെയ്ത് വെച്ചിരുന്ന സംഭവങ്ങൾ അന്നേരെ പറഞ്ഞു ഫാദറിനോട്. ഫാദർ, മൈ ലൈഫ് ഇസ് ഇൻ യുവർ ഹാൻഡ്സ്. ഐ വാണ്ട് ടു ഗോ സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. ഐ ഡോണ്ട് നോ ഹൗ, ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. He was curious enough to ask me a few questions, and at the end of our conversation, the father thankfully granted me admission to St. Xavier's College. അപ്പോൾ ഇതൊക്കെ കണ്ട് ഫാദറിന് അത്ഭുതം തോന്നി. കാരണം ഇവൾ നല്ല ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് ഫാദറിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവളിങ്ങനെ ഇത്ര ധൈര്യത്തോടെ തന്നോട് വന്ന് പറഞ്ഞതെന്ന് ഫാദറിന് മനസ്സിലായി. അപ്പോൾ അവൾ പറഞ്ഞ എന്താണ്, എൻ്റെ ജീവിതം ഫാദറിൻ്റെ കയ്യിലാണ്. അപ്പം എന്തെങ്കിലും ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ചെയ്യണം എന്നുണ്ട്. അപ്പം ഐ ഡോണ്ട് നോ ഹൗ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ചെയ്യണം എന്നുണ്ട്, ഞാൻ ചെയ്യും, ഐ മസ്റ്റ്. ഇതൊക്കെ കേട്ട് ഫാദർ ഇവളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ആ കോൺവെർസേഷൻ്റെ അവസാനം ഫാദർ അവൾക്ക് ആ കോളേജിൽ ഒരു അഡ്മിഷൻ കൊടുത്തു, ഫാദർ ഡിക്രൂസ്. The academic system at St. Xavier's was different from the system in the US. Here, a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. I quickly realized that I had been able to learn more in the city beyond the classroom. Now that I lived in India, I wanted to understand it in a different, deeper way than I had during my summer holidays. അപ്പോൾ യു എസിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു ഇന്ത്യയിലേത്. അവൾ കുറേയും കൂടി മനസ്സിലാക്കി പഠിക്കണമായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, ഹിയർ എ ഫാർ മോർ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ്. ഇവിടെ എന്താണ് കുറച്ചുകൂടി ബുക്കിഷായിട്ടുള്ള ലേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇന്ത്യയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നൗ ദാറ്റ് ഐ ലിവ്ഡ് ഇൻ ഇന്ത്യ, ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ എ ഡിഫറെൻറ്റ് ഡീപ്പർ വേ. അപ്പോൾ ഇതുവരെ സമ്മർ വെക്കേഷൻസിന് വേണ്ടി മാത്രമേ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ വന്നത് അവിടെ സ്ഥിര താമസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യ കുറേയും കൂടി ഡിഫറെൻ്റ് ആയിട്ടും ഡീപ്പായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. I walked around the city just watching and listening. One day I walked into a sprawling low-income community which was a maze of tiny alleyways buzzing with life. An estimated 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that lined an adjoining alley. So, ഒരു ദിവസം വളരെ ലോ ഇൻകം കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനൊരു അവസരം കിട്ടി. അവിടെ ചെന്നപ്പോഴാണ് ഇവൾ അറിയുന്നത് 10,000 ആൾക്കാർ പ്രോപ്പറായിട്ട് വെള്ളമോ ഡ്രെയിനേജ് സിസ്റ്റമോ വേസ്റ്റ് ഡിസ്പോസലിനുള്ള സംവിധാനമോ ഒന്നുമില്ലാതെ 6 വളരെ ഡാർക്കായിട്ടുള്ള വളരെ വൃത്തികെട്ട 6 ടോയ്ലറ്റ്സുകൾ ഷെയർ ചെയ്തുകൊണ്ട് 10,000 കുടുംബങ്ങൾ ജീവിക്കുന്നത് അവൾ അവിടെ കണ്ടു. അപ്പോൾ ഒരു ചേരിയിൽ പോകാനിടയായി. 10,000 കുടുംബങ്ങൾ ആ ചേരിയിലുണ്ട്. അവരെല്ലാവരും കൂടി ഷെയർ ചെയ്തിരിക്കുന്നത് ഒറ്റ ടോയ്ലറ്റാണ്. ഒറ്റ ടോയ്ലറ്റ് അല്ല, 6 ടോയ്ലറ്റ്സ് ആണ്. പക്ഷേ 10,000 കുടുംബങ്ങളാണ്. വളരെ ഡാർക്കായിട്ടുള്ള വൃത്തികെട്ട 6 ടോയ്ലറ്റ്സ് ആണ് ആ 10,000 കുടുംബങ്ങളും കൂടി ഷെയർ ചെയ്യേണ്ടതായിട്ട് വന്നത്.
I walked around that afternoon speaking with children, wondering how life would be different if each one of them only had access to opportunities that would fill their greatest potential. Walking down the narrow passageways, I must have looked at a little dazed when a soft spoken girl dressed in a beautiful sari welcomed me into her home. Her name was Sandhya. She was also 18 like me. She didn't speak a word of English and didn't speak a word of Hindi. But she smiled and laughed and chatted a lot. I felt an immediate connection with her. Sandhya's life was so different from mine. അപ്പോൾ ഒരു ദിവസം ഷഹീൻ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളുടെ പേര് സന്ധ്യ എന്നായിരുന്നു. സാരിയൊക്കെ ഉടുത്തിട്ട് ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ 18 വയസ്സേ ഉള്ളൂ ഷഹീനെ പോലെ. അപ്പം അവർ തമ്മിൽ സംസാരിച്ചു. പക്ഷേ സംസാരിച്ചപ്പോൾ നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഷഹീന് ഹിന്ദിയും അറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ അവരെങ്ങനെയൊക്കെയോ സംസാരിച്ചു. ഷീ സ്മൈൽഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ചാറ്റഡ് എ ലോട്ട്. അവൾ ചിരിച്ചുകൊണ്ട് ഒരുപാട് നേരം സംസാരിച്ചു. അങ്ങനെ അവളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായെന്നാണ് പറയുന്നത്. അവളുടെ പേര് സന്ധ്യ എന്നാണെന്നും അവളുടെ ലൈഫ് തൻ്റെ ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമാണോ എന്നും ഷഹീൻ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഈ സെഷനിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, US-ലെയും അതുപോലെ ഇന്ത്യയിലെയും അക്കാഡമിക് സിസ്റ്റത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. US-ലെ അക്കാഡമിക് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചും കൂടി ബുക്കിഷ് നോളജിനെക്കാളും അപ്പുറമാണ്. കാരണം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുവാനാണ് US-ൽ കൂടുതലും അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബുക്കിനെ മാത്രം റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്, എങ്ങനെയാണ് ഷഹീൻ എങ്ങനെയാണ് ഇന്ത്യയെ പറ്റിയിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് അവൾ സമ്മർ ഹോളിഡേയ്സിനും അതുപോലെ ഉള്ള സമയത്തുമൊക്കെ അവൾ തെരുവുകളിലൂടെ നടക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ലോ ഇൻകം കമ്മ്യൂണിറ്റിയെ കണ്ടതും 10,000 ആൾക്കാർ 6 ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുന്നത്, 10,000 ആൾക്കാർ 6 ടോയ്ലറ്റുകൾ മാത്രം യൂസ് ചെയ്യുന്നത് കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, സന്ധ്യ എന്നുള്ള കുട്ടി അവളുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റമാണ്. അപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന കുട്ടിയാണ് ശരിക്കും അവളുടെ ലൈഫിന് ഇന്ത്യയെ പറ്റി കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. എവറി ഡേ ഐ വുഡ് ഗോ ടു ഹെർ ഹൗസ് ആഫ്റ്റർ കോളേജ്. Her home was smaller than the bathroom of my house. When a few children poked their heads inside the doorway to say hi to us, she welcomed them in. These children eventually formed the first class I would teach. അപ്പോൾ എല്ലാ ദിവസവും ഇവൾ സന്ധ്യയുടെ വീട്ടിൽ പോകുമായിരുന്നു. സന്ധ്യയുടെ വീടിൻ്റെ പ്രത്യേകത, ഇവളുടെ വീട്ടിലെ ബാത്റൂമിനേക്കാളും ഷഹീൻ്റെ വീട്ടിലെ ബാത്റൂമിനേക്കാളും ചെറുതായിരുന്നു സന്ധ്യയുടെ വീട്. അപ്പോൾ എപ്പോഴും സന്ധ്യയുടെ വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾ, ആ നെയ്ബേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അവിടെ വരും. വന്നിട്ട് ഇവിടെ നോക്കി, അതായത് നമ്മുടെ ഷഹീനെ നോക്കി ഹായ് പറയും. അതായിരുന്നു തുടക്കം. These children eventually formed the first class I would teach. ഈ കുട്ടികളെയാണ് ആദ്യമായിട്ട് ഷഹീൻ പഠിപ്പിക്കുന്നത്. അതാണ് സന്ധ്യയും ഷഹീനും തമ്മിലുള്ള ലിങ്ക്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഷഹീൻ എത്തിയത് എന്നുള്ള ആ ഒരു ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഇത് മെൻഷൻ ചെയ്യണം. Every day a few more kids would crowd into the little house and ask to learn a few words in English or a little math or a song. Even though I knew very little of India, I felt useful and confident. ഓരോ ദിവസവും ഈ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നു. അപ്പോൾ കുട്ടികൾ എപ്പോഴും ഷഹീനോട് പറയും കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് കണക്ക് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കും, അതല്ലെങ്കിൽ പാട്ട് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കും. ഷഹീൻ അത് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇന്ത്യയെ പറ്റി കുറേശ്ശെ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ആര് തുടങ്ങി? ഷഹീൻ തുടങ്ങി. This became my routine. I had leave college as soon as I could and rush to my new world in the community. Here I saw truth and hope. അപ്പം ഇത് അവളുടെ റുട്ടീനായി മാറി. ദിവസവും അവൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. സന്ധ്യയുടെ വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങി, കുട്ടികൾ വരാൻ തുടങ്ങി, അവരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ഐ ഹാഡ് ലീവ് കോളേജ് as soon as I could and rush to my new world. ഇപ്പോൾ കോളേജിലിരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കോളേജ് നിർത്തിയിട്ട് അവൾ ഈ പുതിയ ലോകത്തേക്ക് ഓടി വരാനായിട്ട് തുടങ്ങി. അതായത് കോളേജിലെ ക്ലാസ് കഴിയുന്ന ഉടനെ അവൾ പുതിയ ലോകത്തേക്ക് വന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അവിടെയാണ് അവൾ ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ്, അവിടെയാണ് അവൾ ട്രൂത്തും ഹോപ്പും, സത്യവും അതുപോലെ പ്രതീക്ഷയും കണ്ടതെന്നാണ് ഷഹീൻ പറയുന്നത്. The children would shout ദീദി ദീദി excitedly when I went there.
ദിസ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ കുട്ടികൾ ഇവളെ കാണുമ്പോൾ ദീദി ദീദി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ദീദി മീൻസ് ഹിന്ദിയിൽ ചേച്ചി എന്നുള്ള ആ ഒരു ട്രാൻസ്ലേഷനാണ് ദീദി. ദീദി ദീദി എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നുകയും അവർ ലൈഫ് ലോങ് ആ ഒരു സ്നേഹം ഇങ്ങനെ അവൾ പിന്തുടർന്നുകൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സ്ട്രാക്റ്റിന് ദീദി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ആകാംക്ഷ വാസ് ബോൺ ഓൺ ദ സിമ്പിൾ ഐഡിയ ദാറ്റ് ഇന്ത്യ had people who could teach spaces that could be utilized as classrooms and the funds with which to educate all the children. Everything exists. I just need to find a way to bring all together. So ആകാംക്ഷ എന്നുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത് ഇതിൽ നിന്നാണ്. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെയും അതുപോലെ ഉള്ള കാര്യങ്ങളിലൂടെയുമാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്നാണ് അവൾ ആകാംക്ഷ എന്നുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു എഡ്യൂക്കേഷൻ ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി. ഫണ്ടുണ്ട്, പഠിക്കാൻ കുട്ടികളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ എന്തുമാത്രം ചെയ്താൽ മതിയായിരുന്നു, ഇതിനെ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരണം. ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയായിരുന്നു. The people in the community wanted only 3 things: housing, water and education. I realized that if I wanted the students to take school seriously, they needed an environment free of the community's distraction. So we started the search for our first Akanksha Center space. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഹൗസിംഗ്, അവർക്ക് താമസിക്കാനൊരു ഹൗസിംഗ് ഫെസിലിറ്റി വേണം. 2 വാട്ടർ, ശുദ്ധമായ വെള്ളം വേണം. 3 എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വേണം. I realized that if I wanted the students to take school seriously, they needed an environment free of community's distraction. താൻ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാത്ത നല്ലൊരു ഏരിയയിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവളുടെ മനസ്സിലെ ചിന്തകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾ ആകാംക്ഷ എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടൊരു സ്പേസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. I approached 20 schools in the city requesting to give just 1 classroom in their school building for 3 hours every evening. All of them refused for the most illogical reasons. Some administrators claimed that the idea of teaching underprivileged children was way too revolutionary, while others complained that they would spread diseases to the other children. അങ്ങനെ ആകാംക്ഷ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു സ്പേസിനായിട്ട് അവൾ ഇന്ത്യയിൽ പല സ്കൂൾസിലും അവൾ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. പല സ്കൂൾസിനോട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരു ക്ലാസ് റൂം മതി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അതായത് ലോ ഇൻകം വാങ്ങിക്കുന്ന സമൂഹത്തിൽ താഴെ തട്ടിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു ക്ലാസ് റൂം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതും വെറും 3 മണിക്കൂർ, ഈവനിങ്ങിൽ വെറും 3 മണിക്കൂർ അങ്ങനത്തെ ഒരു ക്ലാസ് റൂം തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പല ആൾക്കാരും നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറഞ്ഞു ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, അതായത് അണ്ടർ പ്രിവിലേജ്ഡ് സമൂഹത്തിൽ താഴേക്കിടയിൽ നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ ബാക്കിയുള്ള കുട്ടികൾക്ക് അസുഖങ്ങൾ പടരും, അവർ അസുഖങ്ങളൊക്കെയുള്ള കമ്മ്യൂണിറ്റിയാണ്, അപ്പം അവരെ പഠിപ്പിക്കുന്നതിലൂടെ മറ്റു കുട്ടികൾക്ക് അസുഖങ്ങൾ പടരുമെന്ന് പറഞ്ഞു. അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് പല സ്കൂൾസും ആ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. A principal of a reputed school even complained how she simply couldn't allow the children into her school, as the glass bangles worn by the daughters of the fishermen would scratch the desks of her classrooms. Finally, when I was almost ready to give up, the principal of the Holy Name High School in Colaba agreed to give a room. That became the first Akanksha Center. മറ്റ് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു റെപ്യൂട്ടഡ് സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠിക്കാൻ വരുമ്പോൾ ഫിഷർമാൻ്റെ മക്കളിട്ടിരിക്കുന്ന കയ്യിലെ ഗ്ലാസ് ബാംഗിൾസ് അതങ്ങാണ് ഉടഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സ്കൂളിലെ ബെഞ്ചിൽ അല്ലെങ്കിൽ ഡെസ്കിൽ സ്ക്രാച്ച് വീഴും, അതുകൊണ്ടാണ് താൻ ഇത് തരാത്തത് എന്നുള്ള സിമ്പിൾ റീസൺ. അങ്ങനെയുള്ള ഇല്ലോജിക്കലായിട്ടുള്ള കുറേ റീസൺസ് പറഞ്ഞിട്ടാണ് പല സ്കൂൾസിലെയും പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവർക്ക് ഒരു ക്ലാസ് റൂം കൊടുക്കാതിരുന്നത്. അവസാനം ഹോളി നെയിം ഹൈസ്കൂൾ എന്നുള്ള മുംബൈയിലെ കൊളാബയിലുള്ള ഹോളി നെയിം ഹൈസ്കൂളിലെ ടീച്ചർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എഗ്രി ചെയ്തു, ഒരു റൂം കൊടുക്കാമെന്ന് എഗ്രി ചെയ്തു. അതായിരുന്നു ആകാംക്ഷയുടെ ഫസ്റ്റ് സെൻറ്റർ. സോ വെറും 3 മണിക്കൂർ പഠിപ്പിക്കാനായിട്ട് ഈവനിങ്ങിൽ ഒരു ക്ലാസ് റൂം തരുമോ എന്ന് ചോദിച്ചിട്ട് പോലും പലരും കൊടുത്തില്ല എന്നാണ് വളരെ വിഷമത്തോടെ ഷഹീൻ പറയുന്നത്.
And I mobilized volunteers from St. Xavier's to teach and made a rough plan of what they had teach. I just wanted the class to be a place where children can feel safe, a space where they can leave the difficulties of their lives behind and just be children. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറയുന്നു, ഒരു റഫ് പ്ലാൻ തയ്യാറാക്കി. അതുപോലെ തന്നെ അവൾക്ക് എന്തായിരുന്നു വേണ്ടത്? ഐ ജസ്റ്റ് വാണ്ടഡ് ദ ക്ലാസ് ടു ബി എ പ്ലേസ്. അവൾക്ക് ആ ക്ലാസ്സിനെ എന്താക്കണമായിരുന്നു? കുട്ടികൾക്ക് സേഫായിട്ട് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാക്കി മാറ്റണമായിരുന്നു. ഒരു സ്പേസ്, എന്തിനു വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്? വെയർ ദേ ക്യാൻ ലീവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദെയർ ലിവ്സ്. അവരുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും മറക്കാനുള്ളൊരു സ്ഥലമാക്കി ആ ക്ലാസ് റൂമിനെ മാറ്റണമെന്നായിരുന്നു ഷഹീൻ മിസ്ട്രിയുടെ ആഗ്രഹം. ആൻഡ് അവൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി, ആ ഒരു പ്ലാൻ നടപ്പിലാക്കുകയും ചെയ്തു. ആകാംക്ഷ ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991. സോ 1991 ആയപ്പോഴത്തേക്കും ആകാംക്ഷ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. 1989 മുതലേ അവൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. 1991 ആയപ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 15 ചിൽഡ്രൻ. ഒരു സിംഗിൾ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 15 കുട്ടികളുണ്ടായിരുന്നു. ആകാംക്ഷ grew to 58 centers and 6 schools with over 3,500 children. വെറും 15 കുട്ടികളുമായിട്ട് ഒരു സിംഗിൾ ക്ലാസ് റൂമിൽ സ്റ്റാർട്ട് ചെയ്ത ആകാംക്ഷ പിന്നീട് 58 സെൻറ്ററുകളായിട്ട് വളർന്നു. 6 സ്കൂളുകളിൽ 3,500 കുട്ടികൾ ആകാംക്ഷ സെൻറ്ററിൽ പഠിക്കാനായിട്ട് തുടങ്ങി. The program developed very organically over years, like a soup made special by chefs tossing in what's needed after each tasting, a blend all its own. The stock ingredients were basic English and maths. To that, a dash of values, self-esteem and confidence. അപ്പോൾ വളരെ ഓർഗാനിക്കായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഓരോ വർഷം കഴിയും തോറും അതിങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നു. എന്തുപോലെയാണെന്നാണ് പറയുന്നത്? ഒരു സൂപ്പ് പോലെയാണെന്നാണ് പറയുന്നത്. ചില ഷെഫുമാർ സ്പെഷ്യലായിട്ട് മെയ്ഡ് ഉണ്ടാക്കിയ സൂപ്പ് പോലെയാണ് താൻ തൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതെന്നാണ് ആര് പറയുന്നത്? ഷഹീൻ മിസ്ട്രി പറയുന്നത്. എങ്ങനത്തെ സൂപ്പാണ്? ശരിക്കും ഷെഫുമാർ ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് അത് ടോസ്റ്റ് ചെയ്ത് അതിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തുണ്ടാക്കിയ സ്പെഷ്യൽ സൂപ്പ് പോലെയാണ് താൻ തൻ്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരുന്നു അവളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ? ബേസിക് ഇംഗ്ലീഷ്, കുട്ടികൾക്ക് ആവശ്യമുള്ള ബേസിക് ഇംഗ്ലീഷും മാത്സും, അതുപോലെ ചില വാല്യൂസ്, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ചില മൂല്യങ്ങൾ, അതുപോലെ കുട്ടികൾക്ക് തന്നെ അവർക്ക് തന്നെ അവരുടെ ഒരു വിലയും അതുപോലെ കോൺഫിഡൻസും, തങ്ങൾക്കൊരു വിലയുണ്ടെന്നും തങ്ങൾക്ക് അവരുടെ കോൺഫിഡൻസും ഉയർത്തിക്കൊണ്ട് വരാനായിട്ടും ഉള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളായിരുന്നു ആ ഒരു ക്ലാസ് റൂമിലൂടെ ആകാംക്ഷ ഫൗണ്ടേഷൻ കുട്ടികളിലേക്ക്, താഴേക്കിടയിൽ നിൽക്കുന്ന കുട്ടികളിലേക്ക് എത്തിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ദീദി എന്നുള്ള ആ ഒരു ലെസൺ. ശരിക്കും ഈ ഒരു ലെസൺ റീഡ്രോയിങ് ഇന്ത്യ എന്നുള്ള ആ ഒരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഈ വർക്ക് എഴുതിയത്, റീഡ്രോയിങ് ഇന്ത്യ എന്നുള്ള വർക്ക് എഴുതിയത് ഷഹീൻ മിസ്ട്രിയും കോവിഡ് ഗുപ്തയും ചേർന്നിട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്